ഹായ് ഹലോ, ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. പലതരത്തിലുള്ള പെഡിക്യൂർ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സിമ്പിൾ പെഡിക്യൂർ ഉണ്ട്, അതുപോലെ അഡ്വാൻസ്ഡ് പെഡിക്യൂർ ഉണ്ട്, ഫുഡ് സ്പാ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പെഡിക്യൂറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള സ്കിൻ, അതായത് നമ്മുടെ ലെഗ് പോളിഷിങ്, അതായത് കാലിൻ്റെ ഡീപ്പ് പോളിഷിങ് ആയിട്ടുള്ള ഒരു പെഡിക്യൂറാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ലെഗ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നടക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നെയിൽ കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്ത് നന്നായിട്ട് അത് ഷേപ്പാക്കി പീൽ ചെയ്തെടുക്കുന്ന പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അത് നന്നായിട്ട് ഷാർപ്പൺ ചെയ്ത് നീറ്റാക്കി ക്ലിയർ ആക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ക്യൂട്ടിക്കിൾ ക്രീം, മറ്റ് പെഡിക്യൂറിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ. അതായത് പിന്നെ നമ്മൾ ക്യൂട്ടിക്കിൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് ക്യൂട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് നഖത്തിന് എന്തെങ്കിലും ഡാമേജ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പീൽ ചെയ്ത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പ്രൊസീജിയർ ആരംഭിക്കുന്നത്. മിക്കവാറും ആളുകളുടെ നഖമൊന്നും അത്രയ്ക്ക് നീറ്റായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ പൊട്ടിയ നഖമോ അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ടിരിക്കുന്ന നഖമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൊസീജിയറിലേക്ക് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ കാല് ഇളം ചൂട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ പ്രൊസീജിയർ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സോക്ക് ചെയ്ത് വെക്കാൻ എടുക്കുന്ന വാട്ടറിൽ നമ്മൾ ഷാമ്പു, അതുപോലെ തന്നെ പെഡിക്യൂർ സോൾട്ട്, അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ മിക്സ് ചെയ്ത വെള്ളത്തിലാണ് നമ്മളിത് കാല് മുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊസീജിയർ നടക്കുമ്പോൾ തന്നെ നമ്മളുടെ നഖത്തിനടിയിലുള്ള അഴുക്ക് കാര്യങ്ങൾ, അതുപോലെ കാലിലുണ്ടാകുന്ന ചെറിയ ചെറിയ വ്രണങ്ങളൊക്കെ ഹീലാകാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിപ്പറേഷൻ വർക്കാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ്ഫോളിയേഷനാണ്. അതായത് നമ്മുടെ നമ്മുടെ പാദത്തിൻ്റെ ചുറ്റുമുള്ള ഡെഡ് സ്കിൻസ് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയ. പ്രത്യേകിച്ച് ക്രാക്ക്ഡ് ഹീൽസ് ഒക്കെ ഉള്ളവർക്ക്, കാല് വിണ്ടുകീറുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിൽ ക്ലിയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ വല്ലാണ്ട് കാല് വിണ്ടുകീറിയ ആൾക്കാർക്കൊക്കെ ഇമാതിരിയുള്ള ക്രാക്ക്ഡ് ഹീൽസിൻ്റെ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പാർലറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രിപ്പറേഷൻ വർക്ക് ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ ഉള്ളംകാലിലൊക്കെ ഉള്ള നമുക്കിപ്പോൾ തഴമ്പൊക്കെ വന്നിട്ടുള്ള പാടുകൾ, അത് പിന്നെ ചില ഏരിയയിൽ കട്ടി കൂടിയിരിക്കുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാനായിട്ട് ഈ പീലിംഗ് കൊണ്ട് സാധിക്കും. ഉപ്പുറ്റി നല്ല നീറ്റ് ആവാനായിട്ട്, നല്ല സോഫ്റ്റ് ആവാനായിട്ടും, കാണുമ്പോൾ നല്ല ഷൈനി സിൽക്കി മുകളിൽ നമ്മുടെ പാദമാകാനായിട്ട് ഈ തരത്തിൽ പീൽ ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. സാധാരണയായി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കണ്ടുവരുന്ന കാലിൻ്റെ ഉള്ളംകാലിൽ വിണ്ടുകീറുന്ന പ്രോബ്ലംസ് ഒക്കെ പരിഹരിക്കാനായിട്ട് ഈ തരത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യം പെഡിക്യൂർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പെഡിക്യൂർ പോളിഷിങ്ങോ അല്ലെങ്കിൽ ഫുഡ് സ്പായോ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മുൻപത്തെ മാതിരി ഇപ്പോൾ അതുപോലെ തന്നെ ആണി രോഗമുള്ളവർക്ക്, ഉള്ളംകാലിൽ പെയിൻ ഉള്ളവർക്ക് ഒക്കെ ഈ തരം ട്രീറ്റ്മെൻറ്റുകൾ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നമ്മളിവിടെ നഖം വൃത്തിയാക്കി ക്ലീനാക്കി, അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്തു. ഇനിയാണ് ഈ വർക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇതിൽ ഡീപ്പ് ഓയിൽ മസാജാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ബോഡി ഓയിൽ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം ഹാൻഡ് മസാജിങ് കൊടുക്കും. അതിനുശേഷം നമ്മൾ മെഷീൻ ഉപയോഗിച്ചിട്ട് മസാജ് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ സ്കിന്നിലേക്ക് ഈ ഓയിൽ നല്ല രീതിയിൽ പെനിട്രേറ്റ് ചെയ്യാനായിട്ടും നല്ല ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ടും സാധിക്കുന്നതാണ്. സ്കിൻ പോളിഷിങ്ങിന് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഓയിലാണ് നമ്മളിപ്പോൾ ഇതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീപ്ലി മസാജിങ് കിട്ടും ഈ ഓയിൽ വെച്ചിട്ട് നമ്മളിതിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് വേരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കാണ്, നംനോസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണ്. അപ്പോൾ നല്ല രീതിയിലൊരു ഓയിൽ മസാജാണ് ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അധികം വണ്ണമുള്ള അല്ലെങ്കിൽ കാല് കുറച്ചധികം കനമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് മസാജ് അത്ര എഫക്റ്റീവായിട്ട് ഏൽക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി മസാജ് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മളിപ്പം ഇതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന മസാജിങ്ങിൻ്റെ 10 മടങ്ങ് എനർജിയിൽ, ഫ്രീക്വൻസിയിൽ നമുക്ക്
ഈ മെഷീൻസ് ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഉള്ളംകാലിൽ കൊടുക്കുന്ന ഈ മസാജിങ് ഹൈലി വൈബ്രേറ്റിംഗ് മസാജാണ്. അതൊരു ഫുൾ ബോഡി എഫക്റ്റീവ് ആകുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ നല്ല ഒരു സുഖം കിട്ടുന്ന, അല്ലെങ്കിൽ നന്നായി ബ്ലഡ് സർക്കുലേഷൻ ആകാൻ പറ്റുന്ന, ഇന്റേണലി ഭയങ്കര അധികം ബെനിഫിറ്റ് ഉള്ള ഒരു മസാജിങ് ആണ് ഈ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഈ മസാജിങ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മസാജിങ് രീതിയാണിത്. നമ്മളിവിടെ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് കാലിൻ്റെ നഖം, നമ്മൾ ഓൾറെഡി കാലിൻ്റെ നഖമെല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്, എങ്കിൽ പോലും നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി നമ്മളുടെ നഖവും പാദത്തിൻ്റെ മുകൾവശവും താഴെ അടിവശവും ഒക്കെ, പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്ലീനിങ് നടത്താറുണ്ട്. ഇത്ര ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ വർക്ക് ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു സ്കിൻ റിജ്യൂനേഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മളൊരു ഫേഷ്യൽ എങ്ങനെ ചെയ്യുന്നോ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സ്കിൻ പോളിഷിങ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്കിൻ പോളിഷിങ് സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ്. നല്ല രീതിയിലൊരു ക്ലെൻസർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കാല് നമ്മൾ മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് എടുത്ത് ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫുള്ള് നമ്മളുടെ ലെഗ്, അതായത് മുട്ടിൻ്റെ അവിടെ തൊട്ട് താഴേക്ക് നല്ല രീതിയിൽ മസാജിങ് ചെയ്ത് കൊടുത്ത് ഡെഡ് സെൽസ് എല്ലാം നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ക്ലെൻസ് ചെയ്യും ആദ്യം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉള്ളംകാലൊക്കെ ഉൾപ്പെടുത്തി ഫിംഗേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യുന്ന പോലെ നല്ല രീതിയിലൊരു മസാജിങ് ഒരു 3 മിനിറ്റ് നേരം കൊടുത്തിട്ട് നമ്മളത് സോക്ക് ചെയ്യാനായിട്ട് വെക്കും. ഒരു കാലിലെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അടുത്ത കാലും അതുപോലെ തന്നെ നമ്മളെടുത്ത് ക്ലിയർ ചെയ്ത് മസാജ് ചെയ്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് പലതരത്തിലുള്ള അസുഖക്കാർക്കും ഇത് പ്രയോജനപ്പെടുകയാണ്. എപ്പോഴും നമ്മളൊരു ഭംഗി എന്നതിനുപരിയായിട്ട് പലതരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ്. നമ്മുടെ സ്കിന്നൊരു കണ്ണാടി പോലെ തിളങ്ങി വരാൻ പാകത്തിന് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് സ്കിൻ പോളിഷിംഗ് ഫുഡ് സ്പാ എന്ന് പറയുന്നത്. ക്ലെൻസിങ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അപ്പം നമ്മൾ ഇനി അടുത്തത് ചെയ്യുന്ന സ്ക്രബിങ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്തതുപോലെ തന്നെ ഒരു 5 മിനിറ്റോളം എടുത്ത് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യും. കുറച്ച് ഹാർഡാണ് ഫേഷ്യൽസ് ചെയ്യുന്ന സ്ക്രബിനേക്കാളും കുറച്ച് ഹാർഡാണ് പെഡിക്യൂർ സ്ക്രബ്. നല്ല രീതിയിൽ ഉള്ളംകാൽ ഉൾപ്പെടെ കാലിൻ്റെ പാദം ഉൾപ്പെടെ നഖത്തിൻ്റെ വിരലിൻ്റെ ഇടഭാഗം എല്ലാം ഉൾപ്പെടെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കും. നല്ല സ്ക്രബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഔട്ടർ ലെയർ, അതായത് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിന് മുൻപേ തന്നെ ചൂടുവെള്ളത്തിൽ കാല് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഡെഡ് സെൽസ് വളരെ വേഗത്തിൽ നമ്മൾക്ക് ഈ സ്ക്രബിങ്ങിൽ കൂടെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം ഒരു മസാജിങ് ക്രീം ഇട്ട് നല്ല രീതിയിൽ മസാജ് കൊടുക്കും. മസാജ് കൊടുക്കുമ്പോൾ ഓരോ പോയിന്റും ഉൾപ്പെടുത്തി, പ്രത്യേകിച്ച് നമ്മുടെ ജോയിൻസിൻ്റെ ബോൺസിൻ്റെ ഒക്കെ പൊസിഷൻ മനസ്സിലാക്കി ഡീപ്ലി മസാജിങ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ഉള്ളംകാലിലെ മസാജാണ് ഇതിൻ്റെ സ്പെഷ്യലായിട്ട് വരുന്നത്. ഉള്ളംകാലിൽ നല്ല രീതിയിൽ, കാരണം നമ്മളുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന അവയവമാണ് നമ്മളുടെ കാലിൻ്റെ മുട്ടുകാലിന് താഴെയുള്ള ആ മസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോഡിയിൽ സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അവിടെ മാക്സിമം റിലാക്സേഷൻ കിട്ടത്തക്ക തരത്തിലാണ് ഇതിൻ്റെ മസാജിങ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉള്ളംകാലിൽ കൊടുക്കുന്ന ഈ മസാജിങ് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലേക്കും കറക്റ്റായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്താനായിട്ടും കാലിലുണ്ടാവുന്ന നംനെസ്, പെയിന് ഒക്കെ ഉള്ള പ്രോബ്ലംസ് നല്ല രീതിയിൽ നമുക്ക് പരിഹരിക്കാനായിട്ടും സാധിക്കും. ഇത് ഏതാണ്ട് 1-1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ കാലിലൊരു പായ്ക്കിട്ട് കൊടുക്കും. മുട്ടിന് താഴേക്ക് കാലിൻ്റെ പാദം ഉൾപ്പെടെ മൊത്തം നമ്മൾ ക്ലിയർ ചെയ്ത് പായ്ക്കിടും. സാധാരണ നമ്മൾ ഫേഷ്യൽസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ പായ്ക്കിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഡ്രൈ ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയും. വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് ക്ലിയർ ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. പക്ഷേ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. കാലിപ്പോൾ നന്നായിട്ട് ക്ലിയറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു നെയിൽ പോളിഷ് ഇട്ട് സെറ്റ് ചെയ്ത് അവരെ പറഞ്ഞയക്കും. അപ്പോൾ ഏതാണ്ട് 10ഓളം സ്റ്റേജിൽ കൂടി കടന്നുപോയ ഈ ഫുഡ് സ്പാ പോളിഷിംഗ് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെ ഹാൻഡ് പോളിഷിംഗ് ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോയും വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ലെങ്തി വീഡിയോ ആയി പോകുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഹാൻഡ് പോളിഷിംഗ് ട്രീറ്റ്മെൻറ്റ് വരുന്നതാണ്.
അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമിയിൽ വിവിധ കോഴ്സുകളിലേക്കുള്ള നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സംശയമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിൽ സംസാരിക്കാവുന്നതാണ്. താങ്ക് യു.